ഈ രാവിലത്തെ ഇന്ത്യൻ ടീമിന്റെ ആവേശത്തിന്റെ സന്തോഷത്തിനിടയിൽ തന്നെ മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി വന്നത് കോഴിക്കോട് നിന്നാണ്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം സംഭവിച്ചു. അത് കോഴിക്കോട് ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൃദുൽ. 2 മാസത്തിനിടെ മരണം സംഭവിക്കുന്നത്, അതായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട് മരിക്കുന്ന 3ാമത്തെ കുട്ടിയാണ് മൃദുൽ. MS അനീഷ് കുമാർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, ഈ കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം അത് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മൃദുലിന്റെ മരണം സംഭവിച്ചു. വലിയ ജാഗ്രതയും ഒരുക്കങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു. പക്ഷേ ആ കുട്ടിയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരം. എന്താണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അറിയിപ്പ്? തീർച്ചയായും എൽദോ, അങ്ങേയറ്റം വേദനാകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം പ്രാർത്ഥനയിലും ചികിത്സയിലും ഒക്കെ ആയിരുന്നു. എങ്ങനെയെങ്കിലും ആ 14 വയസ്സുകാരന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ചെന്നാൽ ആ പ്രാർത്ഥനകളും ചികിത്സയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഫാറൂഖ് കോളേജിന് സമീപം ഇരുമൂളിപ്പറമ്പ് കൗസ്തുഭത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് മൃദുല്. കഴിഞ്ഞ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 3ആയി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. കഴിഞ്ഞ ജൂൺ 24-ലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ മൃദുലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. രാമനാട്ടുകര നഗരസഭയുടെ കീഴിലുള്ള 5-ാം വാർഡിൽ ഉള്ള ഒരു പൊതുകുളത്തിൽ, അച്ചംകുളം എന്ന കുളത്തിലാണ് ഈ കുട്ടി കുളിച്ചത്. ആ കുളിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. കടുത്ത പനി, തലവേദന, ഛർദി തുടങ്ങിയ പലവിധ ലക്ഷണങ്ങളാണ് പ്രകടമാവുകയും ചെയ്ത്. ഇതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇന്നലെ രാത്രി 11:24 ഈ മൃദുലിന്റെ മരണമുണ്ടായത്. മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സാധ്യമായ എല്ലാ രീതിയിലുമുള്ള പരിശ്രമങ്ങൾ ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ മസ്തിഷ്ക ജ്വരത്തിന്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൃത്യമായ ചികിത്സകളില്ല. ചികിത്സ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സകളാണ്. പലപ്പോഴും പനിക്കും, തലകറക്കം, ഛർദിൽ, അങ്ങനെയുള്ള പല അനുബന്ധ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ മാസം തന്നെ മലപ്പുറം മുന്നൂർ കാളിയാട്ടുമുക്ക് സ്വദേശി ആയ ഫദ്വ എന്ന കുട്ടി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഒപ്പം കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെ മകൾ ദക്ഷിണ, 13 വയസ്സുള്ള കുട്ടിയും മസ്തിഷ്ക ജ്വരത്തിന് കീഴടങ്ങിയിരുന്നു. ഈ കുട്ടി ജൂൺ ഈ വിനോദയാത്ര സ്കൂളിൽ നിന്നും പോയിരുന്നു മൂന്നാറിലേക്ക്. ആ യാത്രയിൽ ഒരു സ്വകാര്യ കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് ഈ രോഗബാധ ശരീരത്തിൽ പ്രവേശിച്ചതെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോഴും ഈ കേസുകളിലെല്ലാം, ഈ വന്നിരിക്കുന്ന മരണം സ്ഥിരീകരിച്ച കേസുകളിലൊപ്പം രോഗലക്ഷണങ്ങൾ പ്രകടമായ കേസുകളെല്ലാം ഈ പൂളുകളിലും മറ്റു കുളത്തിലുമൊക്കെ കുളിച്ച കുട്ടികൾക്കാണ് ഇത്തരം രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം ചെറിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും പിന്നീട് രോഗം സജീവമായ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഒപ്പം ഒരു നടപടിക്രമം, SOP, സിസ്റ്റം ഓഫ് പ്രൊസീഡിംഗ്സ്, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കും എന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു ജാഗ്രത ഇനി ഈ കുളങ്ങളിലും മറ്റും കുളിക്കുമ്പോഴും പൊതു കുളങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോഴൊക്കെ ആളുകൾ പുലർത്തുമെന്ന് നമുക്ക് കരുതാം. എഴുതാം. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൃദുൽ. പക്ഷേ മൃദുലിൻ്റെ ജീവൻ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മറ്റൊരു മരണം കൂടി സംഭവിക്കുന്നത്. അനീഷ്, വേറെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ കോഴിക്കോട്. ആ കുട്ടികളുടെയൊക്കെ ഒരു ആരോഗ്യ നില എന്താണ്? 2 കേസുകളാണ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ഫലം വന്നിട്ടില്ല. മറ്റ് കീഴൂരിൽ വന്ന സംശയമുണ്ടായിരുന്ന 10 വയസ്സുകാരന് രോഗമില്ല എന്ന രീതിയിലാണ്. കാരണം നേരിയ രോഗലക്ഷണങ്ങൾ, ഒരുപക്ഷെ അത് രോഗലക്ഷണങ്ങൾ പോലും അല്ല എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നുണ്ടായത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു കുട്ടി, ഈ തിക്കൊടി സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ്. ആ കുട്ടി വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഫലം വൈകാതെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുട്ടിയും തിക്കൊടിയിലെ തന്നെ
പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള ഒരു പൊതുകുളത്തിൽ കുളിച്ച ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. നഗരസഭ ഇവിടങ്ങളിൽ പരിശോധന നടത്തുകയും കുളം അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെ ഒരു സമ്പർക്ക പട്ടികയും മറ്റുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. എന്തായാലും മറ്റ് ആളുകളിൽ ആർക്കും ഈ രോഗബാധ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ ഉള്ള ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. എൽദോ. റൈറ്റ്. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് കടന്നുപോയതിനാൽ കുട്ടി വീണ്ടെടുക്കുക ഏറെക്കുറെ പ്രയാസകരമായിരുന്നു. എന്താണെങ്കിലും പരമാവധി ശ്രമിച്ചു, പരമാവധി എഫേർട്ട് എടുത്തു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പലപ്പോഴും ഈ പൊതു ജലാശയങ്ങളിൽ നിന്നുള്ള കുളികളൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എത്രത്തോളം പക്ഷെ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം.